സ്വർഗത്തിലാണ്. ഉമറേ നീ സ്വർഗത്തിലാണ്. ഉസ്മാനെ നീ സ്വർഗത്തിലാണ്. അലിയെ നീ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് 10 പേരുടെ പേര് എണ്ണി പറയുകയാ. 10 പേരുടെ പേര് എണ്ണി പറഞ്ഞപ്പോ രണ്ടാമത് പറഞ്ഞ സ്വഹാബിയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശിയായ സ്വഹാബിയാണ്. വല്ലാത്ത ധൈര്യമുള്ള സ്വഹാബിയാണ്. ഉമർ വരുന്ന വഴിയിലൂടെ ശപിക്കപ്പെട്ട ഇബ്ലീസ് പോലും വരാറില്ല. കാരണം ഇബ്ലീസിന് ഉമറിനെ പേടിയാ. ഇബ്ലീസിന് ഉമറിനെ പേടിയാ. ആ ഉമർ തങ്ങളാണ് പറയുന്നത്, അബൂ ഉബൈദയെ പോലെ, സദാ മുആദ് ഇബ്നു ജബലിനെ പോലെ, സാലിമിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ ഉമ്മത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വീട് നിറയെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ പഠിക്കണം ചെറുപ്പക്കാരാ ഇവരക്കാരായിരുന്നെന്ന്. നിനക്ക് അബൂ ഉബൈദ ആരാണെന്നറിയോ? അബൂ ഉബൈദയുടെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയാണ്, മുസ്ലിമീങ്ങളുടെ പക്ഷത്താണ്. തന്റെ പ്രിയപ്പെട്ട പിതാവ് ജറാഹ് ശത്രുവിന്റെ ഭാഗത്താണ്. പടച്ചവനെ മുആദ, മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ആ ബദറിന്റെ രണാങ്കണത്തിലൂടെ ഒളിച്ചു നടക്കുകയാണ്. കാണാതെ ഒളിച്ചൊളിച്ച് നടക്കുകയാ. ആരെയാണ് കാണാതെ ഒളിച്ച് നടക്കുന്നതെന്നറിയോ? തന്റെ പിതാവ് ശത്രുവിന്റെ ഭാഗത്താണ്. തന്റെ വാപ്പയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ വാപ്പയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമല്ലോ. അതുകൊണ്ട് വാപ്പയെ കാണാതെ അബൂ ഉബൈദ ഇങ്ങനെ പതുങ്ങി നടക്കുകയാണ്. എന്നാ ജറാഹ് തിരഞ്ഞു നടക്കുകയാ, എന്റെ മകനെവിടെ? വാപ്പ മകനെ തേടി നടക്കുകയാണ്. വാപ്പ തന്റെ പൊന്നാര മകനെ തേടി നടക്കുകയാണ്. വാപ്പയ്ക്ക് വേറെ ആരെയും വേണ്ട, സ്വന്തം മകനെയാണ് വേണ്ടത്. ബദറിന്റെ രണാങ്കണത്തിലൂടെ പിതാവ് തന്റെ പൊന്നാര മകനെ തെരഞ്ഞു നടക്കുകയാണ്. മകന് വാപ്പയെ കാണാതെ ഒളിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ പടച്ചവനെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിൽക്കുമ്പോ അതാ ജറാഹ് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ കണ്ണിന്റെ മുമ്പിൽ കെട്ടിയിരിക്കുകയാണ്. ഉറയിൽ കിടക്കുന്ന വാള് വലിച്ചൂരിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, എടാ. തന്റെ പൊന്നാര മകനെ വിളിക്കുന്നു, അബൂ ഉബൈദ ഇറങ്ങി വാടാ, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. മുഹമ്മദേ, നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു പോയാൽ അവന് സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്? എന്റെ വാടുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിൽ പറഞ്ഞു വിടാ, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ പൊന്നാര മകനോട് അവിടെ നിന്ന് ചീത്ത പറയുകയാണ്. അവനെ വല്ലാതെ ദേഷ്യപ്പെടുത്തുകയാണ്. പടച്ചവനെ മോശമായ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അബൂ ഉബൈദ ചിന്തിച്ചു, അല്ലാ, വാപ്പയല്ലേ, എന്റെ വാപ്പയല്ലേ, എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. പടച്ചവനെ മിണ്ടാതെ നിൽക്കുകയാണ്. വാപ്പ എത്ര ചീത്ത പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകൻ ഇറങ്ങി വരുന്നില്ല. ഏതൊരു മകന്റെയും രക്തം തിളപ്പിക്കുന്ന കാര്യമാണ്, ഏതൊരുത്തന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം ഉമ്മാനെ ചീത്ത പറയുന്നത്, തന്റെ ഉമ്മാനെ കുറിച്ച് മോശമായി പറയുന്നത്. പടച്ച റബ്ബേ, അതാ ജറാഹ് അബൂ ഉബൈദയുടെ ഉമ്മയെ കുറിച്ച് വൃത്തികേട് പറയുകയാ. എടാ, നീ എനിക്കുണ്ടായവനല്ലടാ. അവിടെന്ന് പറയുകയാണ്, സ്വന്തം ബാപ്പയാണ് പറയുന്നത്, നീ വഴിപടച്ചുണ്ടായവനാടാ. ഉമ്മയെ കുറിച്ച് വല്ലാതെ വൃത്തിവെട്ട കാര്യം പറഞ്ഞപ്പോ അതാ അബൂ ഉബൈദ ചിന്തിക്കുകയാണ്, പറയുന്നത് വാപ്പയാണ്. ആ മനുഷ്യൻ തന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്. അതുകൊണ്ട് അബൂ ഉബൈദ മിണ്ടാതെ നിൽക്കുകയാണ്. സ്വന്തം ഉമ്മയെ കുറിച്ച് പറഞ്ഞിട്ടും മിണ്ടാതെ വന്നപ്പോ, സ്വന്തം ഉമ്മയെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ടും അവിടെ നിന്ന് ഇറങ്ങി വരാതെ വന്നപ്പോ ജറാഹ് അവിടെ നിന്ന് പറയുകയാണ്, ഇനി അവൻ ഇറങ്ങി വരണമെങ്കിൽ ഒരേ
ഒരു വഴിയേ ഉള്ളൂ. അവനെ പറഞ്ഞിട്ട് അവന് വേദനിച്ചില്ല, അവന്റെ ഉമ്മയെ പറഞ്ഞിട്ട് അവന് വേദനിച്ചില്ല. ഇനി അവന് വേദനിക്കണമെങ്കിൽ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞാലേ വേദനിക്കുമോ എന്നറിയാ. അതുകൊണ്ട് പടച്ചവനെ, മൂന്നാമതായി ജറാഖ് എന്ന് പറയുന്ന പിതാവ് അള്ളാന്റെ റസൂലിനെ ചീത്ത പറയുകയാണ്. ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറയുകയാണ്. അല്ലാഹുവേ, നബി തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ തകർന്നു പോയടോ, പതറിപ്പോയടോ. സ്വഹാബത്ത് പറയുകയാണ്, സ്വന്തം പിതാവ് മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചീത്ത പറയുമ്പോ സ്വഹാബത്ത് പറയുകയാ, അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. നബി തങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. പടച്ചവനെ, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഊരി പിടിച്ച വാളുമായി പടച്ചവനെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുകയാണ്. തന്റെ പിതാവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുകയാ. ഒന്നും അറിയുന്നില്ലടോ, ഒന്നും കാണുന്നില്ലടോ. കുറച്ചു സമയം കഴിയുമ്പോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. തന്റെ പിതാവിന്റെ തല കയ്യിലിരിക്കുകയാണ്. തന്റെ പിതാവിന്റെ തല കയ്യിലിരിക്കുകയാണ്. സ്വന്തം പിതാവിന്റെ തലയെടുത്തുകൊണ്ട് വന്ന് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് സലാം പറയുമ്പോ അള്ളാന്റെ റസൂല് മിണ്ടുന്നില്ലടോ, നിബിധങ്ങൾ മിണ്ടുന്നില്ല. കാരണം സ്വന്തം പിതാവിന്റെ തലയെടുത്തിരിക്കുകയാണ്. ഒരിക്കലും നിബിധങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇസ്ലാം അത് പറയുന്നില്ല. സ്വന്തം പിതാവിന്റെ തലയെടുത്തിരിക്കുകയാണ്. എന്തു മറുപടിയാണ് പറയേണ്ടത്? എന്തു മറുപടിയാണ് പറയേണ്ടത്? പടച്ചവനെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് വാടുകൊണ്ട് വളർന്നതല്ല. ആരെയും കൊല്ലാൻ അള്ളാഹുവിന്റെ ദീന് പറയുന്നില്ല. പടച്ചവനെ, ലോകത്ത് ഒരു മനുഷ്യനെ കൊല്ലുന്നത്, ഒരാളെ കൊല്ലുന്നത് ഈ ലോകത്തുള്ള സർവരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ്. പടച്ചവനെ, ഒരു നിമിഷം പതറിപ്പോയടോ. പിതാവിന് വിധങ്ങളെ ചീത്ത പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് അത്രത്തോളം സ്നേഹമാണ്. പ്രവാചകന്റെ മുമ്പിൽ രണ്ടാമത് നിന്ന് സലാം പറയുകയാണ്. നിബിധങ്ങൾ മിണ്ടുന്നില്ല. മൂന്നാമതും സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മിണ്ടാതെ നിന്നപ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമായി. ആ ചെറുപ്പക്കാരന്റെ മനസ്സു വേദനിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ മനസ്സു വേദനിക്കുകയാണ്. അങ്ങനെ മനസ്സു വേദനിച്ചപ്പോ ഏഴാകാശം കടന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാ. ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങുകയാണ്. നബിയേ, സലാം അടക്കു നബിയേ. ആ ചെറുപ്പക്കാരനെ വേദനിപ്പിക്കല്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നമ്മൾ വാപ്പയുടെ തലയെടുക്കണമെന്നല്ല, ആരെയെങ്കിലും കൊല്ലണമെന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെയുള്ള ചെറുപ്പക്കാരിന്നുമുണ്ടോ? അവരുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, അവരുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മിണ്ടാതെ നടക്കാൻ പറ്റൂല. അവർക്ക് സഹിക്കത്തില്ലടോ. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അത് പറയുന്ന ഒരു സ്വഭാവം, അത് തിരുത്തുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ടടോ, ചിലർക്കുണ്ടടോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയുമോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ.
അങ്ങനെ പ്രതികരിക്കാൻ എല്ലാവർക്കും കഴിയൂല. ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിനെ മോശമാക്കുന്ന ഒരു വൃത്തികെട്ട കാര്യം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുകയാണ്. എന്നാ ചിലർക്ക് അങ്ങനെ പറ്റൂല. അവര് പ്രതികരിക്കുമടോ, അവര് മുഖം നോക്കാതെ പറയുമടോ, അവര് മുഖം നോക്കാതെ പറയുമടോ, എടാ നിനക്ക് വേറെ പണിയില്ലേ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് പല